ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഐസ്ക്രീമാണ്. രണ്ട് വെറൈറ്റി ടേസ്റ്റുള്ള നല്ല അടിപൊളി ടേസ്റ്റി ഐസ്ക്രീമാണ് ഇവിടെ തയ്യാറാക്കുന്നത്. നല്ല സിമ്പിളാണ്, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. 2-3 ഐറ്റം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഐസ്ക്രീം തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് നമ്മൾ ഐസ്ക്രീം ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റുള്ള ഐസ്ക്രീമാണ്. ഒന്ന് ഒരു ചോക്ലേറ്റ് വെച്ചിട്ട് ചോക്ലേറ്റ് ഡിലൈറ്റാണ് ചെയ്തിരിക്കുന്നത്, പിന്നെ മാംഗോ ഐസ്ക്രീമും. അപ്പോൾ മാംഗോ ഐസ്ക്രീമിന് ആദ്യം തന്നെ 1 കിലോ മാംഗോ ആണ് വേണ്ടത്. നല്ല പഴുത്ത മാങ്ങ, മധുരമുള്ള മാങ്ങയാണ്. അധികം പുളിയൊന്നും ഇല്ലാത്ത നല്ല പഴുത്ത മാങ്ങ തൊലി കളഞ്ഞിട്ട് പീസാക്കി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. വെള്ളം ചേർക്കാതെ വേണം പേസ്റ്റാക്കി ഇങ്ങനെ എടുക്കാനായിട്ട്. ഇനി വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അതിനായി കണ്ടൻസ്ഡ് മിൽക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി ഈസി ആയിട്ട് 1 പാക്കറ്റ് പാല് വേണം. പിന്നെ 1 കപ്പ് പഞ്ചസാര, പിന്നെ വേണ്ടത് 1 നുള്ള് ബേക്കിംഗ് സോഡയാണ്. ഇത് 3 മാത്രം മതി. നമുക്ക് നല്ല വാങ്ങുന്ന അതേ ടേസ്റ്റുള്ള കണ്ടൻസ്ഡ് മിൽക്ക് വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കണേന്ന് നോക്കാം. നമുക്ക് പാക്കറ്റ് പാല് പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം. ഒരു പാനിലേക്ക് പാൽ ആദ്യം ഒഴിക്കുക. അതിലേക്ക് തന്നെ പഞ്ചസാരയും ചേർക്കാം. ഞാൻ പറയുന്ന ഈ മെഷർമെന്റ് കപ്സൊക്കെ നമ്മൾ കേക്കിന് വാങ്ങുന്ന അതേ മെഷർമെന്റിന്റെ കപ്പുകളുടെ അളവാണ് ഞാൻ പറയുന്നത്. 1 കപ്പ് എന്ന് പറയുന്നത് 200 ml കപ്പാണ്. അപ്പൊ അത്രയാണ് പഞ്ചസാര ഇതിൽ ചേർക്കുന്നത്. ഇനി ഇത് രണ്ടും കൂടെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഇത് ഇടയ്ക്കിടയ്ക്ക് നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മളിങ്ങനെ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഇത് പാട കെട്ടാനും സൈഡിലൊക്കെ പിടിച്ച് പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കൈവിടാതെ ഇളക്കി വേണം വറ്റിച്ചെടുക്കാനായിട്ട്. ഒരു അരമണിക്കൂർ എന്തായാലും എടുക്കും ഇത് വറ്റി നല്ല തിക്ക് പാലായിട്ട് കിട്ടാനായിട്ട്. ഒരുവിധം വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഈ ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇടയ്ക്ക് അതിൻ്റെ ഫ്ലെയിം ഒന്ന് ബാലൻസ് ചെയ്യണം. മീഡിയത്തിലോട്ടും പിന്നെ ഹൈ ഫ്ലെയിമിലോട്ടും ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബാലൻസ് ചെയ്തിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. അരമണിക്കൂർ ഏകദേശം ആയി കഴിഞ്ഞാൽ കണ്ടൻസ്ഡ് മിൽക്ക് റെഡി ആയി കിട്ടും. അതിങ്ങനെ ഒന്ന് ഉയർത്തി നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ തിക്നെസ് അറിയാൻ പറ്റും. അതിൻ്റെ കളറും മാറി ലൈറ്റ് യെല്ലോ കളർ വന്നിട്ടുണ്ട്, പിന്നെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇത് ചൂടാറിനോടുകൂടി ഒന്നും കൂടെ തിക്കായി വരും. അപ്പോൾ വല്ലാതെ തിക്കാവണ്ട, കുറച്ച് തിക്കായി വരുമ്പം ഇതിറക്കി ബൗളിലേക്ക് മാറ്റി വയ്ക്കണം. ഇനി ഇരിക്കും തോറും നല്ല തിക്കായിട്ട് വരും. ഇനി വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. വിപ്പിംഗ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും ഈ മാങ്ങയുടെ പ്യൂരിയും മാത്രം മതി നമുക്ക് മാംഗോ ഐസ്ക്രീമിന്. ഇപ്പം ഞാൻ വിപ്പിംഗ് ക്രീം ഒരു 3 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം മാംഗോ ഐസ്ക്രീമിന് 2 കപ്പ് വിപ്പിംഗ് ക്രീം മാത്രം മതി. മാംഗോ ഐസ്ക്രീം തന്നെ ചെയ്യുകയാണെങ്കിൽ 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് ബീറ്റ് ചെയ്താൽ മതി. പിന്നെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വിപ്പിംഗ് ക്രീം നമ്മൾ ബീറ്റ് ചെയ്യുന്നതിന് ഒരു 2 മണിക്കൂർ മുന്നെങ്കിലും പുറത്തിറക്കി വെക്കണം. അത് നല്ല ലൂസായി ഇതുപോലെ ലൂസ് പേസ്റ്റ് പോലെയുള്ള രൂപത്തിൽ മാത്രം ബീറ്റ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ വിപ്പിംഗ് ക്രീം നല്ല തിക്കായിട്ട് വരുള്ളൂ. പിന്നെ ഇത് ലൂസായതിനു ശേഷം നമുക്ക് ഫ്രീസറിലല്ലാതെ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചതൊന്ന് കൂളാക്കി എടുക്കുന്നത് നല്ലതാണ്. അതിൻ്റെ കൂള് പോകരുത്, പക്ഷെ അത് നല്ല കട്ടിയായിട്ടുള്ള രൂപത്തിലാവരുത്. ഇതുപോലെ നല്ല ലൂസായതിനു ശേഷം ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 3 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് ഏകദേശം 15 മിനിറ്റോളം വേണ്ടി വരും. ഇത് 1-ലിട്ട് ബീറ്റ് ചെയ്താൽ മതി. എല്ലാ ഭാഗത്തേക്കും നന്നായി എത്തണ പോലെ മെല്ലെ മെല്ലെ ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ കേക്കിനൊക്കെ തിക്കാക്കി എടുക്കുന്ന പോലെ തന്നെ നല്ല തിക്കാക്കി എടുക്കണം. അതിനുവേണ്ടി നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം. കുറച്ചധികം സമയം തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മളിത് കോരിയെടുക്കുമ്പോൾ താഴെ വീഴാൻ പാടില്ല. അതേപോലെ നല്ല തിക്കായിട്ടിരിക്കണം. നമ്മളൊരു സ്പൂണിൽ കോരി കമത്തി നോക്കി കഴിഞ്ഞാൽ താഴെ വീഴരുത്. അതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ അത് തിക്കായി വരും തോറും ബൗള് നിറഞ്ഞു. ഇനിയിപ്പം ഞാൻ ഈ ബൗളൊന്ന് മാറ്റി കുറച്ച് വലിയ പാത്രം എടുക്കുക നല്ലത്. ഇപ്പോഴും അതിൻ്റെ ബീറ്റിംഗ് ശരിയായിട്ടില്ല. ബീറ്ററിന്ന് പൊക്കുമ്പോൾ താഴെ വീഴണം. അപ്പോൾ ഇനി ഒന്നും കൂടെ കുറച്ച് നേരം കൂടെ ബീറ്റ് ചെയ്യണം.
ഞാനിപ്പോൾ കുറച്ചധികം വിപ്പിംഗ് ക്രീം എടുത്തതുകൊണ്ടാണ് ഇത്രയധികം നേരം എടുത്തത്. എനിക്കൊരു 15-20 മിനിറ്റോളം എടുത്തു ഇതൊന്ന് തിക്കായി വരാനായിട്ട്. ഞാൻ 2 ഐസ്ക്രീമിന് വേണ്ടിയിട്ട് ഒന്നിച്ച് ബീറ്റ് ചെയ്തെടുത്തുകൊണ്ടാണ്. 2 കപ്പാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ബീറ്റ് ചെയ്ത് കിട്ടും. ഇപ്പോൾ ഏകദേശം നല്ല തിക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ബീറ്റർ ഒന്ന് വെച്ച് ഇങ്ങനെ കുടഞ്ഞ് നോക്കണം. അപ്പം അത് വീണ് പോകരുത്. ബീറ്ററിൽ തന്നെ പറ്റി പിടിച്ചിരിക്കണം. സാധാരണ നമ്മൾ ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ കൊക്കോ പൗഡർ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാനിവിടെ കൊക്കോ പൗഡർ ചേർക്കുന്നില്ല. കൊക്കോ പൗഡർ ചേർത്ത് ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് ഐസ്ക്രീമിന് ചെറിയൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് മാത്രം ചേർത്ത് സിമ്പിളായിട്ട് ഐസ്ക്രീം ഉണ്ടാക്കി എടുക്കുകയാണ്. അത് വളരെ ടേസ്റ്റി ആയിട്ടുണ്ട്. ചോക്ലേറ്റ് ഐസ്ക്രീമിന് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് അങ്ങനെ ഒന്നും വേണ്ട. ഈ വിപ്പിംഗ് ക്രീമും ഡാർക്ക് ചോക്ലേറ്റ് മാത്രം വെച്ചാണ് എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ വിപ്പിംഗ് ക്രീം തയ്യാറായി അതിൽ നിന്ന് ഒരു ബൗളോളം മാറ്റി വെക്കുകയാണ്. ഒരു 2 കപ്പ് ക്രീം ബീറ്റ് ചെയ്ത വിപ്പിംഗ് ക്രീം ഉണ്ട് ഇതിലേക്കാണ് മാംഗോ പ്യൂരി ചേർക്കുന്നത്. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. കൈ വെച്ചിട്ട് ഒരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മൾ മാംഗോ പ്യൂരി ചേർത്തു. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിലാണ് 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, അല്ലെങ്കിൽ മധുരത്തിനനുസരിച്ച് നമുക്ക് 1.5 കപ്പൊക്കെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കേണ്ടി വരും. അപ്പം എൻ്റെ ഇത് നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു. അതുകൊണ്ട് ഞാൻ 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് മാത്രം ഇതിലേക്ക് മിക്സ് ചെയ്യാണ്. കണ്ടപ്പോൾ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ഇരുന്ന് നല്ല സെറ്റായി പാകത്തിന് തിക്കായി വന്നിട്ടുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ഇത്രയും 3 ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മുടെ മാംഗോ ഐസ്ക്രീം ശരിയായി. ഇനി നമുക്ക് എയർ ടൈറ്റായിട്ട് ഫ്രീസറിൽ ഒരു 2 മണിക്കൂർ വെക്കണം. അതിനായി ആദ്യം തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒരു പ്ലാസ്റ്റിക് പേപ്പർ ഇടുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഇറങ്ങില്ല. അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ചാൽ പിന്നെ മുകൾ ഭാഗത്ത് ഐസ് വരും. അതുകൊണ്ട് ഇതുപോലൊരു പ്ലാസ്റ്റിക് കവറിങ് ഇട്ടതിന് ശേഷം ഇതിൻ്റെ ലിഡ് വെച്ച് അടച്ച് നമുക്ക് ഫ്രീസറിൽ 2 മണിക്കൂർ വെക്കണം. ശരിക്കും 2 മണിക്കൂർ മാത്രം ഇത് ഫ്രീസറിൽ വെച്ചിട്ട് പുറത്തെടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് വീണ്ടും വെക്കുകയാണ് ചെയ്യേണ്ടത്. മാംഗോ ഐസ്ക്രീം നമ്മളങ്ങനെ സെറ്റാവാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന അതേ സെയിം ഡാർക്ക് ചോക്ലേറ്റ് അതൊരു ഇതുപോലെ പൊടിയാക്കിയിട്ട് ഒരു 1/2 കപ്പ് വേണം നമുക്ക്. ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ചെറിയൊരു ഗ്രേറ്റർ വെച്ചിട്ട് പൊടി പോലെ. ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ക്രീമിലേക്ക് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇത്ര സിമ്പിളാണ്. നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ഐസ്ക്രീം റെഡിയായി. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് ചോക്കോ ചിപ്സ് അല്ലെങ്കിൽ നട്ട്സോ ബദാം എന്താ വെച്ചാൽ ഗ്രേറ്റ് ചെയ്തിടാം. ഞാനിപ്പോൾ ജസ്റ്റ് ഈ ഡാർക്ക് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും മാത്രം വെച്ചിട്ടാണ് ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. ഇത് തന്നെ വളരെ ടേസ്റ്റിയാണ്. ഇത് പെട്ടെന്ന് ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കാനായിട്ട് ആഗ്രഹമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് 2 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നല്ല ടേസ്റ്റിയായ ചോക്ലേറ്റ് ഐസ്ക്രീം തയ്യാറാക്കി എടുക്കാൻ പറ്റും. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇത് മറ്റേ ബീറ്ററൊന്നും വെച്ച് ചെയ്യരുത്. വെറുതെ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കൊരു കണ്ടെയ്നറിലോട്ട് മാറ്റിയിട്ട് ഫ്രീസറിൽ വെക്കണം 2 മണിക്കൂർ സെറ്റ് ആവാനായിട്ട്. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ പണി ഇവിടെ തീർന്നിരിക്കുകയാണ്. ഇതിന് ഒരു ക്ലീൻ കണ്ടെയ്നറിലോട്ട് മാറ്റി നമുക്കൊരു പ്ലാസ്റ്റിക് പേപ്പർ കൊണ്ട് കവർ ചെയ്ത് ഫ്രീസറിൽ 2 മണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ ചോക്ലേറ്റ് ഐസ്ക്രീം ആരും കഴിച്ചിരിക്കില്ല. കാരണം ഇത് ഞാൻ തന്നെ ഇവിടെ ആദ്യമായിട്ടാണ് തയ്യാറാക്കുന്നത്. സാധാരണ നമുക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം ഒന്നും അത്ര ഇഷ്ടമുണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഈ ചോക്ലേറ്റ് ഐസ്ക്രീമിന് ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും സാധാരണ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്നതിന്.
പക്ഷേ ഇതങ്ങനെയല്ല, ഇത് നല്ല ടേസ്റ്റായി. ചോക്ലേറ്റിൻ്റെ നല്ല ഫ്ലേവർ ഉണ്ട്, എന്നാൽ ഒട്ടും കയ്പില്ലാത്ത നല്ല ടേസ്റ്റി ഐസ്ക്രീമാണ്. ഇതിന് നമ്മൾ വേറെ അഡീഷണൽ ആയിട്ട് സ്വീറ്റ്നെസ് ഒന്നും ചേർത്തിട്ടില്ല. വിപ്പിംഗ് ക്രീമിന് ഒരു സ്വീറ്റ്നെസ് ഉണ്ട്, അതുപോലെ ഡാർക്ക് ചോക്ലേറ്റും സ്വീറ്റാണ്. അത് രണ്ടിൻ്റെയും സ്വീറ്റ്നെസ് മാത്രം മതി. ഐസ്ക്രീം നല്ല സ്വീറ്റായിരിക്കും. കണ്ടൻസ്ഡ് മിൽക്കോ പഞ്ചസാരയോ ഒന്നും ചേർക്കണ്ട. ഇപ്പോൾ ഇതാ 2 മണിക്കൂറിന് ശേഷം ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് ഒരുവിധം തിക്കായിട്ടുണ്ട് ഐസ്ക്രീം. ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് വീണ്ടും വെക്കണം ഫ്രീസറിൽ. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതുപോലെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ച് നമുക്കൊരു 6 മണിക്കൂറോളം ഇനി ഫ്രീസറിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോഴാണ് നമ്മുടെ ഐസ്ക്രീം ശരിക്കും തയ്യാറാവുന്നത്. നല്ലോണം മിക്സ് ചെയ്തെടുത്ത് നമുക്ക് അടച്ച് വെക്കാം. ആദ്യം ഒരു പ്ലാസ്റ്റിക് പേപ്പർ കൊണ്ട് കവർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ക്യാപ്പ് വെച്ച് അടച്ച് ഫ്രീസറിൽ വെക്കാം. നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ മാംഗോ ഐസ്ക്രീം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും പുറത്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പം മാംഗോ ഐസ്ക്രീം ഒരുവിധം തിക്കായി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും കവർ ചെയ്ത് നമുക്ക് ഫ്രീസറിൽ ഒരു 6 മണിക്കൂർ സെറ്റാവാൻ വെക്കാം. എല്ലാവരും ഈ ഐസ്ക്രീം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത്ര സിമ്പിളായിട്ട് നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കിയത്. അധികം പൈസയുടെ ചിലവൊന്നുമില്ല. ഇതിപ്പോൾ എത്ര ലിറ്റർ ഐസ്ക്രീം ഉണ്ടായിരിക്കും? ഒരു 4 ലിറ്റർ ഐസ്ക്രീമെങ്കിലും നമുക്ക് രണ്ടും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ആകെ നമുക്ക് വിപ്പിംഗ് ക്രീമും ഒരു പാക്കറ്റ് പാലിൻ്റെയും മാത്രമേ ചിലവ് വന്നിട്ടുള്ളൂ. പിന്നെ 1 കിലോ മാംഗോൻ്റെയും. പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്ത നല്ല ഹോം മെയ്ഡായിട്ട് ഐസ്ക്രീം നമുക്കിവിടെ സൂപ്പറായിട്ട് തയ്യാറാക്കിയെടുക്കാം. ഏകദേശം 6-7 മണിക്കൂറായിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കി നോക്കാം എങ്ങനെ നമ്മുടെ ഐസ്ക്രീമിൻ്റെ ടെക്സ്ചർ എന്ന്. അടിപൊളിയായിട്ട് നല്ല യമ്മി ഐസ്ക്രീം ഇവിടെ തയ്യാറായി. ഇനി നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. ഫ്രീസറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുത്ത് സ്കൂപ്പ് ചെയ്താൽ അത്ര നന്നായി വരില്ല. അപ്പോൾ ഇതൊന്ന് ഒരു 5 മിനിറ്റ് പുറത്ത് നിന്നിരിക്കണം, എന്നാലാണ് അത് വൃത്തിയിൽ നല്ല സ്കൂപ്പായിട്ട് കിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ സ്കൂപ്പ് ചെയ്തെടുത്താൽ ഇതുപോലെ ഒരു ഫിനിഷിങ്ങില്ലാതെ വരുന്നത്. ഒരു 5 മിനിറ്റ് ഇരുന്നാൽ അതൊന്ന് സെറ്റായി കുറച്ചുകൂടെ നല്ലതാണ്. നമ്മൾ ഐസ്ക്രീം ഫ്രീസറിൽ നിന്ന് എടുത്ത് ഡയറക്റ്റ് കഴിക്കുന്നേക്കാളും എപ്പോഴും ടേസ്റ്റ് ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് പുറത്ത് വെച്ചിട്ടൊന്ന് കഴിക്കുന്നതാണ്. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ഐസ്ക്രീം ഇവിടെ റെഡിയായി. അതുപോലെ തന്നെ മാംഗോയും ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് അങ്ങനെ തന്നെ സ്കൂപ്പ് ചെയ്യുമ്പോൾ ഭയങ്കര ഹാർഡാണ്. മാംഗോ ഐസ്ക്രീം ഇവിടെ റെഡിയായി. ഈ മാംഗോ ഐസ്ക്രീമിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് മാംഗോ പീസസ് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോഴും നല്ല ടേസ്റ്റാണ്. കുറച്ച് മാംഗോ പീസ് കട്ട് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ മാംഗോ പ്യൂരി മാത്രം ചേർത്തുണ്ടാക്കിയതാണ്. വളരെ ടേസ്റ്റിയാണ് മാംഗോ ഐസ്ക്രീമും ചോക്ലേറ്റ് ഐസ്ക്രീമും. രണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. Thank you.